തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിൽ പ്രധാനമാണ് സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ പതിപ്പിച്ചുള്ള പ്രചാരണം. മുന്നണികൾ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് മിക്ക സ്ഥാനാർത്ഥികളും. നെയ്യാറ്റിൻകരയിലെ സ്ഥാനാർത്ഥികൾക്ക് ഏറെ പ്രിയപ്പെട്ട മുകുന്ദൻ സ്റ്റുഡിയോയിൽ സ്ഥാനാർത്ഥികളുടെ വൻ തിരക്ക് കാരണം മറ്റാർക്കും അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിച്ചു, സ്ഥാനാർത്ഥിത്വവും ഉറപ്പിച്ചു. അടുത്തത് പ്രചാരണമാണ്. അതിൽ ഫോട്ടോ പതിപ്പിച്ചുള്ള പ്രചാരണത്തിനുള്ള തയ്യാറെടുപ്പാണ് ഇക്കാണുന്നത്. ഫോട്ടോ പതിപ്പിച്ചുള്ള പ്രചാരണത്തിന് ഇക്കാലത്ത് ഇത്തിരി മാറ്റ് കൂടുതലാണ്. ഒപ്പം സ്ഥാനാർത്ഥിയെ പടമെടുക്കുന്നതിന് മുമ്പ് ചിരിപ്പിക്കാനുള്ള ട്രിക്കുകളും ഇവിടെയുണ്ട്. എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള ഷാളും നടത്തവും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ചിരിയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. ഇവിടെ ഫോട്ടോ എടുക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ വിജയസാധ്യത ഉള്ളതും മറ്റൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ടുകൂടെയാണ് ഒരു ലക്കി സ്റ്റുഡിയോയാണ് മുകുന്ദൻ. അതുകൊണ്ടുകൂടെയാണ് എല്ലാവരും പോലെ നമ്മളും മുകുന്ദൻ ചൂസ് ചെയ്യുന്നത്. നെയ്യാറ്റിൻകരയിലെ സ്ഥാനാർത്ഥികൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്റ്റുഡിയോയാണ് മുകുന്ദൻ സ്റ്റുഡിയോ. 3 ദിവസത്തിനിടെ 2000 സ്ഥാനാർത്ഥികളാണ് ഫോട്ടോ എടുക്കാനായി ഇവിടെ എത്തിയത്. കാട്ടാക്കട, നെടുമങ്ങാട് താലൂക്കുകളിൽ നിന്നുമുള്ള സ്ഥാനാർത്ഥികളും ഇവിടേക്കാണ് ഓടിയെത്തുന്നത്. നമ്മുടെ സ്ഥാനാർത്ഥികളുടെ മനസ്സിൽ തോന്നിയൊരു സൃഷ്ടിയാണ്. ഞാനിപ്പോൾ എനിക്ക് 2025 ഇങ്ങനെ മത്സരിക്കാൻ നമുക്ക് സാധ്യത വന്നപ്പോൾ ഞാൻ വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല, നേരെ മുകുന്ദൻ സ്റ്റുഡിയോയിലേക്ക് വന്നു. തിരക്ക് കൂടിയതോടെ അർദ്ധരാത്രിയിലും സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നുണ്ട്. 30 വർഷങ്ങളായുള്ള ഈ സ്റ്റുഡിയോയിൽ വിവിധ പാർട്ടികളുടെ ഷോളുകളും ലഭ്യമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.